Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the third lecture of Web Designing and Production for Business. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യുക. വാട്ട് ഈസ് www, വാട്ട് ഈസ് വെബ് ബ്രൗസർ, വാട്ട് ഈസ് വെബ് സെർവർ, what is URL, and the last question is what are the advantages of web. ആൻസർ എഴുതിയതിന് ശേഷം വാട്സപ്പ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു. ഇൻ ദിസ് ലെക്ചർ we have to discuss what is www, what is web browser, what is web server, then URL, and the last one advantages of web. First, we have to discuss about www. World Wide Web is commonly known as web. It is the part of the internet that contains websites and web pages. It consists of a worldwide collection of linked electronic documents or web pages. The World Wide Web was invented by a British scientist, Tim Berners-Lee, in 1989. In 1991, Tim created the world's first website and web server. That is, www means World Wide Web. This is a part of the internet that contains websites and web pages. We already discussed about what is website and what is web pages in lecture 2. വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇത് 1981 കണ്ടുപിടിച്ചത്. എന്നാൽ 1991 ഫസ്റ്റ് വെബ്സൈറ്റും ഫസ്റ്റ് വെബ് സെർവറും ക്രിയേറ്റ് ചെയ്തത്. So, www consists of a worldwide collection of linked electronic documents or web pages. Then what is web browser? A web browser, commonly referred to as a browser, is a software application for accessing information on the World Wide Web. When a user requests a web page from a particular website, the web browser retrieves the necessary content from a web server and displays the page on the screen. അതായത് വെബ് ബ്രൗസർ എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ഫോർ ആക്സസിങ് ഇൻഫർമേഷൻ ഓൺ ദ വേൾഡ് വൈഡ് വെബ്. ഒരു യൂസർ ഒരു വെബ്സൈറ്റിൽ നിന്നും പർട്ടിക്കുലർ വെബ് പേജ് എടുക്കുന്നത് വെബ് ബ്രൗസറിൽ നിന്നാണ്. ഇത് സെർവറിൽ നിന്ന് റിട്രീവ് ചെയ്യുന്നു. ആ റിട്രീവ് ചെയ്യുന്ന പേജാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ക്രോം, ഒപ്പേറ, മോസില്ല ഫയർഫോക്സ് പോലെയുള്ള ബ്രൗസറുകൾ. അതുപോലെ തന്നെ ആപ്പിൾ പോലെയുള്ള വലിയ കമ്പനികൾക്ക് ഓൺ സെർവറുകളും ബ്രൗസറുകളും ഉണ്ട്. അപ്പം വെബ് ബ്രൗസർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ആക്സസിങ് ഇൻഫർമേഷൻ ഓൺ ദ www. Then going to what is a web server. The basic objective of the web server is to store, process and deliver web pages to the users. Web server is a computer where the web content is stored. അതായത് വെബ് സെർവർ എന്നാൽ സ്റ്റോറേജ് സ്പേസ് ആണ്. വെബിൽ ഒരു പ്രത്യേക പ്ലേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഡിവൈസിനെയാണ് നാം വെബ് സെർവർ എന്ന് വിളിക്കുന്നത്. വെബ് സെർവറിലുള്ള ഡേറ്റ എവിടെ നിന്ന് എപ്പോഴും ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ്. സെർവറിൻ്റെ സ്പേസിലാണ് നാം കോസ്റ്റ് നൽകുന്നത്. ധാരാളം കമ്പനീസ് വെബ് സെർവർ പ്രൊവൈഡേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഗോഡാഡി ഒരു വെബ് സെർവർ പ്രൊവൈഡറാണ്. അപ്പം വാട്ട് ഈസ് വെബ് സെർവർ എന്ന് ചോദിച്ചാൽ എന്താണ്? ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ വെബ് സെർവർ ഈസ് ടു സ്റ്റോർ, process and deliver web pages to the users.
Web server is a computer where the content is stored. Next, what is URL? URL stands for Uniform Resource Locator and is used to specify addresses on the World Wide Web. The URL is address that sends users to a specific resource online, such as a web page, video, or other document or resource. Most web browsers display the URL of a web page above the page in an address bar. അതായത് URL എന്നാൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂസേഴ്സ് കൊടുക്കുന്ന ഒരു അഡ്രസ്സാണ്. അത് ഒരു വീഡിയോയോ റിസോഴ്സോ ഡോക്യുമെൻറ്റോ ലഭിക്കുന്നതിന് വേണ്ടി വെബ് പേജിൽ കൊടുക്കുന്ന അഡ്രസ്സാണ് URL എന്ന് പറയുന്നത്. വെബ് ബ്രൗസറിൽ URL ഡിസ്പ്ലേ ആകുന്നത് അഡ്രസ് ബാറിലായിരിക്കും. ഒരു URLൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. http://www.example.com/index.html. ഇതാണ് ഒരു ടിപ്പിക്കൽ URLൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ HTTP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോൾ മീൻസ് ഒരു സെറ്റ് ഓഫ് റൂൾസിനെ എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത www.example.com എന്ന് പറയുന്നത് എന്തിനെ, ഒരു ഹോസ്റ്റ് നെയിമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷമുള്ള index.html എന്ന് പറയുന്നത് ഒരു ഫയൽ നെയിമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഫയൽ നെയിം മീൻസ് ആ വെബ് പേജ് ആയിരിക്കാം. ആ വെബ് പേജ് സേവ് ചെയ്തേക്കുന്ന നെയിമാണ് index.html എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെബ്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെബ് എന്നുള്ളത്. ഫസ്റ്റ് വൺ റീച്ച്, സെക്കൻഡ് വൺ അവൈലബിൾ, തേർഡ് വൺ ക്വിക്ക് ആൻഡ് ഈസി അപ്ഡേറ്റ്സ്, fourth one always up to date, fifth one reduce business cost, sixth one direct access, and seventh one online training. First one reach. Reachability is the most important advantages of web. That means anybody anywhere in the world. Next one available. 24/7 availability. That means 24 hours a day and 7 days a week. Then quick and easy updates. അപ്ഡേറ്റുകൾ ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ഓൺലൈനിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. ഓൾവേസ് അപ് ടു ഡേറ്റ്. ഓൺലൈനിൽ ഡേറ്റാസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. Then reduce business cost. Less time spent talking to customers over the phone. Eliminate printed materials. Allow users to update their own details. ഡേറ്റാസ് ഓൺലൈനിലൂടെ സെൻഡ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നത് വഴി സ്റ്റേഷനറി കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം ഫോണിലൂടെ സംസാരിച്ച് ബിസിനസ് ഡീൽ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ടൈം ബെനിഫിറ്റ് ഉണ്ടാകുന്നു. ദെൻ ഡയറക്റ്റ് ആക്സസ്. ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻസ് ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. ലാസ്റ്റ് വൺ ഈസ് ഓൺലൈൻ ട്രെയിനിങ്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് അറ്റ് യൂസേഴ്സ് ഓൺ ടൈം ആൻഡ് പ്ലേസ്. ഓൺലൈൻ ട്രെയിനിങ് വഴി യൂസേഴ്സിന് അവരുടെ സ്ഥലങ്ങളിൽ അവരവർക്ക് കൺവീനിയൻ്റായ ടൈമിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെബ്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യുക. വാട്ട് ഈസ് www, what is web browser, what is web server, what is URL, and the last question is what are the advantages of web. ആൻസർ എഴുതിയതിന് ശേഷം വാട്സപ്പ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു.